അസ്സലാമു അലൈക്കും. അർദ്ധവാർഷിക പരീക്ഷയിലേക്കുള്ള 5ാം ക്ലാസ്സിൻ്റെ അഖീദ വിഷയത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റു വിഷയങ്ങളുടെ വീഡിയോയും ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാനാണ്. വലതുഭാഗത്ത് 6 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ചത് ഇടതുഭാഗത്ത് നിന്ന് കണ്ടെത്തി നടുവിലേക്ക് എഴുതുകയാണ് വേണ്ടത്. വരക്കാനല്ല, എഴുതുക തന്നെ വേണം. ഇവിടെ 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് അബൂബക്കർ ബിനു, അതിൻ്റെ യോജിച്ചത് അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണമായ പേരാണ്. അബൂബക്കർ ബിനു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു. 2 അലി ബിനു, അതിനോട് യോജിച്ചത് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് ഏക അഭിപ്രായമാണ്. ഏക അഭിപ്രായമാണ് എന്നതിനോട് ഇതിൽ യോജിച്ചത് ഇജ്മാ എന്നതാണ്. ഏക അഭിപ്രായത്തിന് ഇജ്മാ എന്നാണ് പറയുക. നാലാമത്തത് സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അൽ ഹുലഫാഉ റാഷിദൂനാണ്. അൽ ഹുലഫാഉ റാഷിദൂനാണ് നാലാമത്തതിനോട് യോജിച്ചത്. 5 ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്. സുന്നത്താണ്, ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് എന്നതിനോട് യോജിച്ചത്. അവസാനത്തേത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാനാണ്. ഇവിടെ 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ചില ഭാഗം വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗം അവിടെ പൂർത്തിയാക്കി എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് പരിശുദ്ധ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഡാഷ്. അവിടെ വിട്ടുപോയ ഭാഗം ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്ന ഭാഗമാണ് അവിടെ വിട്ടുപോയത്. അത് പൂർണ്ണമായി വായിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഡാഷ്. അവിടെ വിട്ടുപോയത് എഴുതാനാണ്. ഇസ്ലാം മാത്രമാണ് എന്നതാണ് അവിടെ വിട്ടുപോയത്. അത് പൂർണ്ണമായി വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് 6ാം പാഠത്തിൽ ആദ്യം തന്നെ കാണാൻ കഴിയും. മൂന്നാമത്തത് എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഡാഷ്. അവിടെ വിട്ടുപോയത് എഴുതാനാണ്. ഇത് 4ാം പാഠമായ കറാമത്തിൻ്റെ പാഠത്തിൽ പറയുന്ന ഒരു സെൻറ്റൻസാണ്. അവിടെ വിട്ടുപോയത് അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൻ്റെ അർത്ഥമാണിത്. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം ഡാഷ്. ഇത് 5ാം പാഠമായ അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പാഠത്തിലുള്ള ഒരു സെൻറ്റൻസാണ്. അവിടെ വിട്ടുപോയ ഭാഗം സ്വഹാബികൾ ഉണ്ടായിരുന്നു എന്നതാണ്. അത് പൂർണ്ണമായി വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാനാണ്. ഇവിടെ 5 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമാക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് അസ്വഹാബി എന്നത് വ്യക്തമാക്കാനാണ്.
മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. ഇതും 5-ാം പാഠത്തിൽ ഉള്ളതാണ്. രണ്ടാമത്തത് ഖിയാസ് എന്നാൽ എന്ത് എന്നത് വ്യക്തമാക്കാനാണ്. വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധിയില്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഇത് 6-ാം പാഠത്തിലുള്ളതാണ്. അതായത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പാഠത്തിലുള്ളതാണ് ഇത്. മൂന്നാമത്തത് ദുആ എന്നത് വ്യക്തമാക്കാനാണ്. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്ദുആ അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത്. നാലാമത്തത് മുഅ്ജിസത്ത് എന്നത് വ്യക്തമാക്കാനാണ്. അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇത് 3-ാം പാഠമായ മുഅ്ജിസത്തിൻ്റെ പാഠത്തിലുള്ള കാര്യമാണ്. 5 ഷിർക്ക് എന്നാൽ എന്ത് എന്നത് വ്യക്തമാക്കാനാണ്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായ മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത്. 4-ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാനാണ്. ഇവിടെ 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് അള്ളാഹു ഏകനാണ് എന്തിലെല്ലാം? ഉത്തരം അള്ളാഹു സാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അതുപോലെ ഈ 3 ഏകനാണ് എന്ന വിശ്വാസത്തിന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയും. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ചോദ്യം അംബിയ മുർസലുകൾ എന്ന് പറയുന്നത് ആർക്കാണ്? ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. ഇത് മുഅ്ജിസത്തിൻ്റെ പാഠത്തിലുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം തീ ഇബ്രാഹിം നബിക്ക് നൽകിയത് എന്തായിരുന്നു? നമുക്കറിയാം ഇബ്രാഹിം നബിയുടെ മുഅ്ജിസത്താണ് തീക്കുണ്ടാരം. ശത്രുക്കൾ തന്നെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും അവിടെ നിന്ന് ചൂടല്ല അനുഭവപ്പെട്ടത്. അള്ളാഹു അതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തി. പകരം അവിടെ ലഭിച്ചത് എന്താണ് എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചത്. ഉത്തരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ലഭിച്ചത്. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നരകത്തിൽ അല്ലാത്ത ഒരു വിഭാഗം ഏതാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സഞ്ചരിച്ച മാർഗം പിന്തുടരുന്ന വിഭാഗം. അഞ്ചാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതാനാണ്. ഇവിടെ ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് അർത്ഥം എഴുതുകയാണ് വേണ്ടത്. അലാ ഇന്ന ഔലിയ അല്ലാഹ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നതിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത്. അർത്ഥം യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്ക് ഉണ്ടാകില്ല. അതായത് ഔലിയാക്കൾക്ക് ഉണ്ടാകുകയില്ല. ആറാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാനാണ്. ഇവിടെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് 2 വീതം ഉദാഹരണം എഴുതാനാണ്. ഒന്നാമത്തത് കർമ്മശാസ്ത്ര വിധിയുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുമാർ എന്നതാണ്. അതിന് 2 എഴുതുകയാണ് വേണ്ടത്. 4 ഇമാമുമാർ ഉണ്ട്. 2 എഴുതിയാൽ മതി. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല എന്നിവരാണ് ആ 4 പേർ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും 2 പേര് എഴുതിയാൽ മതി. രണ്ടാമത്തത്
പ്രാർത്ഥനയുടെ മര്യാദകളിൽ നിന്ന് 2 എഴുതാനാണ്. പുസ്തകത്തിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. പ്രാർത്ഥനയുടെ ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുകയും പ്രാർത്ഥനയുടെ ആമുഖമായി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യലും സൽക്കർമ്മങ്ങളെയോ സതുർത്തരെയോ മുൻനിർത്തി പ്രാർത്ഥിക്കലോ അങ്ങനെ തുടങ്ങി കുറേ മര്യാദകളുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ നിന്ന് 2 എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് യാത്രകൾ, ചന്ദ്രനെ പിളർന്ന സംഭവം, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്, അതുപോലെ വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ മുതലായവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച് തുടങ്ങിയ കുറേ മുഅ്ജിസത്തുകൾ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 മാത്രം എഴുതിയാൽ മതി. നാലാമത്തത് മുബത്തദികളുടെ അടയാളങ്ങൾ. മുബത്തദികളുടെ അടയാളങ്ങൾ നിന്ന് 2 എഴുതാനാണ്. മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക, ജുമുഅയുടെ 1-ാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക, 20 റക്അത്ത് തറാവീഹിനെയും സുബ്ഹിയിലെ കുനൂത്തിനെയും അനാചാരമാക്കുക, സ്വലാത്തും സിക്റും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളിപ്പറയുക, ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 മാത്രം എഴുതിയാൽ മതി. 7-ാമത്തെ പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനമാണ്. പൂരിപ്പിക്കാനാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. എൻ്റെ സഹാബത്ത് ഡാഷ്, അവരിൽ ആര് പിൻപറ്റിയാലും നിങ്ങൾ ഡാഷ് പ്രാപിച്ചവരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. അതിൻ്റെ ഉത്തരം എൻ്റെ സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ്. അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇത് 5-ാം പാഠമായ അസ്ഹാബുൻ നബി എന്ന പാഠത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാം. ഇതോടുകൂടി 5-ാം ക്ലാസ്സിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിലേക്കുള്ള അഖീദ വിഷയത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുന്ന വീഡിയോ അവസാനിച്ചു. നമ്മുടെ ചാനലിൻ്റെ പുതുതായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുന്നതിലൂടെ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെ PDFകളും അതുപോലെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്വിസ് പ്രോഗ്രാമുകളും അതുപോലെ വീഡിയോയുടെ അഡീഷണൽ കാര്യങ്ങളും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. അതിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.